ഹായ് ഗായ്സ്, ഞാൻ ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിൽ വരുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനും അവളും കൂടെ ട്രെയിനിൽ ഒരാഴ്ചത്തെ ലീവിന് നാട്ടിലെ പോവാണ്, കോഴിക്കോടേക്ക്. ഇത് മിലിറ്ററി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സിദ്ദിഖ് സാറാണ്, എൻ്റെ നാട്ടുകാരനും കൂടെയാണ്. ഈ സാറും എൻ്റെ കൂടെയുള്ള ഒരു ഗംഗാധർ സാറും കൂടെയാണ് ട്രെയിനിൽ കയറ്റി തന്നതൊക്കെ. അപ്പോൾ സുഖമായിട്ട് കയറി ഇരിക്കാനൊക്കെ പറ്റി. അതിന് രണ്ടാൾക്കും ബിഗ് താങ്ക്സ്. ഭാര്യയ്ക്ക് കൊടുക്കാണ്ട് ഒറ്റയ്ക്ക് കഴിക്കുന്നത് കേട്ടില്ലേ? വയറിലൊക്കെ പിടിക്കട്ടെ, നോക്കിക്കോ. എങ്ങോട്ടാ പോണേ? അവിടെന്താ ഇവളുടെ സീറ്റ് എൻ്റെ നേരെ മേലെ കേട്ടോ, കണ്ടില്ല? എന്നിട്ടും എൻ്റെ സീറ്റിലാണ് വന്ന് കിടക്കുന്നത്. ആളിൻ്റെ കൂടെ തന്നെയായിരുന്നു. അവൾ മേലെ രാത്രി മാത്രം ഒന്ന് പോയി കിടന്ന്, ബാക്കിയൊക്കെ എൻ്റെ കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ സമയം 24 മണിക്കൂറുണ്ട് പൂനെയിൽ നിന്ന് കോഴിക്കോടേക്ക് വരെ. സമയം പോയതേ അറിഞ്ഞില്ല. ലാസ്റ്റ് ഇറങ്ങാനാകുമ്പോൾ ഇവൾ എൻ്റെ വീൽ ചെയർ അവിടെ ഡോറിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് ട്രെയിനിലുള്ള ഒരാളും കൂടെ വിളിച്ചിട്ട് ഇവളും ആ വന്ന ആളും കൂടി ആയിരുന്നു എന്നെ പിടിച്ച് ഇരുത്തിയത്. അതുകൊണ്ട് ഇറങ്ങാൻ സുഖമായിരുന്നു. അച്ഛനും അളിയനും വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ. അവരെന്നെ കൂട്ടി ഞങ്ങൾ രാത്രി വീട്ടിലെത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീട്ടിലെ കുറച്ച് മൊമെൻറ്റ്സ് വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇന്ന് രാവിലെ തന്നെ പുട്ടും സ്റ്റൂ കറിയായിരുന്നു. ഇത് എൻ്റെ മൂത്ത ചേച്ചീൻ്റെ മോനാണ് കേട്ടോ, കാശി. ഒരു മൂത്ത ആളുണ്ട്, തനു. അപ്പോൾ ഇത് രണ്ടാമത്തവനാണ്. ഇവൻ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ സമയം പോയത് അറിഞ്ഞില്ല. വീട്ടിൽ നല്ല അടിച്ചു പൊളിച്ച്. പിന്നെ രണ്ടാമത്തെ ചേച്ചീൻ്റെ ചെറുത് മാളും ഉണ്ടായിരുന്നു. ഇവൻ രണ്ടാളും കൂടെ ഉണ്ടായതുകൊണ്ട് ഇവലെ കൂടെ കളിച്ചിരുന്നു. ഇന്ന് അങ്ങനെ സമയം പോയി. കാരണം ഇവിടെ കാറും ഇല്ല, സ്കൂട്ടിയും ഇല്ല. രണ്ടും അവിടെ പൂനെയിലേക്ക് കൊണ്ടുപോയല്ലോ. ഇപ്പോൾ ഒരാഴ്ചത്തെ ലീവിന് ഇപ്പോൾ അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ പുറത്തൊക്കെ പോവാൻ നമ്മുടെ കസിനോ അല്ലെ അളിയനോ ഒക്കെ ഉണ്ടാവും, അവരെ കൂടെ പോകാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഇവരെ കൂടെ ആയതുകൊണ്ട് ഇവിടുന്ന് അടിച്ചു പൊളിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. നല്ല രസമായിരുന്നു മക്കളെ കൂടെ കളിച്ച് നടക്കെ. അവളാണേലും ഞങ്ങളോട് വലിയ പരിചയക്കേടൊന്നുമില്ല. വീഡിയോ കോൾ ചെയ്യുമ്പോൾ കണ്ട് മാമീനെയൊന്നും അവൻ മറന്നില്ല. അതുകൊണ്ട് വന്നപ്പം തന്നെ ഞങ്ങൾ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര കാര്യമായിരുന്നു ഞങ്ങൾ രണ്ടാൾ. അതുകൊണ്ട് അവൻ്റെ കൂടെ ഒന്ന് കളിച്ച് സമയം പോയി. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. അത് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം ശനിയാഴ്ച തിരിച്ചു പോകണം. ഞായറാഴ്ച അവിടെ തിരിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് ശനിയും ഞായറും ട്രെയിന് കിട്ടിയില്ല. ഞാൻ കുറേ നോക്കി. അതുകൊണ്ട് തിരിച്ചു പോകുന്ന ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരാഴ്ച ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഒരാഴ്ച ബാക്കി വിശേഷങ്ങളും പിന്നെ എൻ്റെ ഫാമിലീനും മൊത്തമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.